ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്നെ മനസ്സിലായോ? ഞാൻ ശരവണൻ. ഒരു കാലത്ത് ഞാനായിരുന്നു ശരത്തിന്റെ വലങ്കൈ. നമ്മൾ തമ്മിൽ ഒരു തവണ കണ്ടിട്ടുണ്ട്. എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ? ഞാനും നിങ്ങളും തമ്മിലൊരു ശത്രുതയില്ലല്ലോ. ഓ, ശരത്ത് പറഞ്ഞിട്ടായിരിക്കും അല്ലേ? ആ പേരിവിടെ മിണ്ടിപ്പോയി. എന്റെ ഏറ്റവും വലിയ ശത്രു അവനാ, ശരത്ത്. അവൻ എന്നെ കൊല്ലാൻ നോക്കുക. അതിനു മുമ്പ് എനിക്കറിയാവുന്ന രഹസ്യങ്ങൾ മുഴുവൻ പറയേണ്ടവരോടൊക്കെ പറയണം. അതിനാ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു നാടകം കളിക്കണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ലായിരുന്നു. ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വന്നൂന്ന് വരില്ല. അതാ പിടിച്ചോണ്ട് വന്നത്. എന്താ എന്നോട് പറയാനുള്ളത്? നിങ്ങളുടെ മകൻ സുധിയുടെ മരണം ആര് കാരണം സംഭവിച്ചു എന്നാ നിങ്ങൾ കരുതുന്നത്? ആ ഡോക്ടർ നിരഞ്ജനും അക്ഷരയും കാരണമെന്നാണോ? അവരുടെ കാർ ഇതിനിടയിൽ വന്നില്ലായിരുന്നെങ്കിലും ആ മരണം നടക്കുമായിരുന്നറിയാമോ? കാരണം സുധി മരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് ശരത്തായിരുന്നു. സുധി മരിച്ച ദിവസം സുധിയെ കൊല്ലാൻ ശരത്ത് വണ്ടിയും കൊണ്ട് പോയിരുന്നു. വ്യക്തമായിട്ട് എനിക്കറിയില്ല അന്ന് എന്ത് സംഭവിച്ചു. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ കരുതുന്ന പോലെ ഡോക്ടർ നിരഞ്ജനല്ല സുധിയുടെ മരണത്തിന് പിന്നിൽ. അത് ശരത്താ. അന്ന് വൈകുന്നേരം ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. സുധിയെ ഞാൻ തീർത്തുവെന്ന് ശരത്ത് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു ലോറി കൊണ്ടാ ശരത്ത് പോയത്. സുധിയെ മാത്രമല്ല, മറ്റു പലരെയും തീർത്തത് ശരത്ത് തന്നെയാണ്. അപ്പം ദേവികമ്മയുടെ അച്ഛനെ സംശയിക്കണ്ട. ദേവികയുടെ അച്ഛൻ, റിട്ടയർഡ് DYSP നടേശൻ, ഇവരെല്ലാം മരിച്ചത് ഇവൻ കാരണം തന്നെയാണ്. ശരവണ, ഇതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ എനിക്കറിയാം സത്യം. ഒരു അന്വേഷണം നടന്നാൽ ആ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാം ഏറ്റുപറയാൻ ഞാൻ തയ്യാറാണ്. ഇനിയൊരു കൊലപാതകം അവന്റെ കൈകൊണ്ട് സംഭവിക്കാൻ പാടില്ല. അത് തടയണം. അതിനാ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞത്. എടുത്തി, അച്ഛന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? അപ്പം മുതലേ വിളിച്ചോണ്ടിരിക്കുക മോളെ. ഒന്ന് എടുക്കണ്ടേ? ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. റിങ്ങുണ്ട്. ഹലോ, നിങ്ങളാരാ? ഇതാരാ? ദേ, എന്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്ത ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. മോളാണല്ലേ? അതെ. എന്നോട് ദേഷ്യപ്പെടണ്ട. ഞങ്ങൾ ഉപദ്രവിക്കാനല്ല അച്ഛനെ പിടിച്ചോണ്ട് വന്നത്. ബാക്കി അച്ഛൻ തന്നെ പറയും. കൊടുക്കാം. ദാ മോളാ. ആ മോളെ. അച്ഛാ, ആ പേടിക്കണ്ട മോളെ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവർ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ആരാച്ച അവരൊക്കെ? എന്തിനാ അച്ഛനെ പിടിച്ചോണ്ട് പോയേ? മോളെ, എല്ലാ അച്ഛൻ വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഞാൻ ഉടനെ എത്തും. തൽക്കാലം മോളെ വിവരം വേറെ ആരോടും പറയണ്ട. പാർവതിയോ അമ്മയോ ഒന്നും അറിയരുത്. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവര് പറഞ്ഞു പറയിപ്പിക്കുന്നൊന്നും അല്ലല്ലോ അല്ലേ? ഒരിക്കലും അല്ല മോളെ. എന്നാ മോള് വെച്ചോ, ബാക്കിയൊക്കെ അച്ഛൻ നേരിട്ട് വന്നിട്ട് പറയാം. കുഴപ്പമൊന്നുമില്ല മോളെ. അച്ഛന്റെ ശബ്ദം കേട്ടിട്ട് കുഴപ്പമൊന്നും തോന്നില്ല. കൊണ്ടുപോയവരൊക്കെ മിത്രങ്ങളാന്നാ പറയുന്നത്. പക്ഷെ മിത്രങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോവോ? മിത്രങ്ങളാവാൻ തന്നെ എടുത്തേ സാധ്യത.
അല്ലായിരുന്നെങ്കിലേ അവരാദ്യം ആ ഫോൺ അങ്ങ് ഓഫാക്കി വെച്ചേനെ. എന്തായാലും അച്ഛൻ വരുന്നത് വരെ കാത്തേ പറ്റൂ. ഉടനെ എത്താന്നാ പറഞ്ഞത്. വേറെ അപകടമൊന്നുമില്ലാതെ ഒന്ന് വേഗം എത്തിയാൽ മതിയായിരുന്നു. എന്നാലും ഇതാരായിരിക്കും എടുത്ത് ഇതിന്റെ പിന്നില്? ആരായാലും നമുക്ക് ഗുണമുള്ള എന്തോ അവിടെ നടക്കുന്നത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ അച്ഛൻ നമ്മുടെ അടുത്ത് തിരിച്ചെത്തണം. വരട്ടെ, അതുവരെ കാക്കാം. അല്ലാതെ നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? അതും ശരിയാ.